ദൈവത്തോട് ആഴമേറിയ ബന്ധമില്ലാത്തവൻ അവന്റെ സ്വഭാവത്തിൽ അത് വെളിപ്പെടുത്തും. ഈ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരില്ലേ, യാതൊരു പ്രാർത്ഥനയോ എന്തോന്ന ദൈവത്തോടൊന്നും ഇല്ല അവർക്ക്. പാപം ചെയ്യുന്നവർ, ഞാൻ യൗവനക്കാരോട് ചോദിക്കാറുണ്ട്, എടാ മോനെ 2 മണിക്കൂർ ദൈവസന്നിധിയിൽ അതിശക്തമായി പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ചിട്ട് ശക്തമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിനക്ക് തൻ്റെ ഇടം ഉണ്ടോടാ പാപം ചെയ്യാൻ? നിന്നെ കൊണ്ട് പറ്റുകയില്ലടാ. ദൈവവുമായിട്ട് ബന്ധമുള്ള, പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ദൈവമുഖം അന്വേഷിക്കുന്ന ഒരുത്തനോടുള്ള ബന്ധത്തിൽ അവന് സൈഡ് ബിസിനസ്സിന് പോകാൻ പറ്റുകയില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു. അപ്പോ ജനിക്കുമെന്ന് പറഞ്ഞെടുത്ത് ജനിച്ചു, വളരുമെന്ന് പറഞ്ഞെടുത്ത് വളർന്നു. ഇനി അവിടെ ഈ 12 വയസ്സേ യേശുവിനുള്ളെങ്കിൽ പോലും അവിടെ കർത്താവ് വാഗുണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിനകത്ത് ഇരിക്കേണ്ടവൻ അല്ലയോ? അപ്പൊ ജനനം പ്രവചിച്ചതുപോലെ, ജീവിതം പ്രവചിച്ചതുപോലെ, പ്രവൃത്തി പ്രവചിച്ചതുപോലെ, മരണം പ്രവചിച്ചതുപോലെ, അടക്കം പ്രവചിച്ചതുപോലെ, ഉയർപ്പ് പ്രവചിച്ചതുപോലെ. അപ്പോൾ യേശു കർത്താവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനത്തെ കുറിച്ച് എന്തൊക്കെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ 33.5 വർഷം കൊണ്ട് നിറവേറിയ കാരണം കൊണ്ടാണ് ക്രൂശിൽ കിടന്ന് ഉലകത്തിലെ ഒരുത്തനും പറയാൻ കഴിയാത്ത വാക്ക് നസ്രായൻ പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകല പ്രവചനങ്ങളും സകലവും നിവർത്തിയായി. എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന നാഴികയിൽ യേശു കർത്താവ് ഫ്ലൈറ്റും പാരച്യൂട്ടും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിന്ന സ്ഥലത്ത് നിന്ന് മേഘം ഇറങ്ങി വന്ന് എൻ്റെ കർത്താവ് ഇങ്ങനെ ഒലിവുമലയിൽ നിന്ന് പറന്നുയരുമ്പോൾ ശിഷ്യന്മാർ അവനെ വണങ്ങി നമസ്കരിക്കുമ്പോൾ ദൂതന്മാർ പ്രത്യക്ഷമായി